എല്ലാവർക്കും ഒരു പരാതിയായിരുന്നു, അതായത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കണ്ടില്ല എന്നുള്ളത്. ഇവിടെ കാണാൻ സാധ്യതയില്ല, കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം തെലുങ്ക് പടങ്ങളാണ്. അതുകൊണ്ട് അവിടെയാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് രാമബാണം, ഗോപിചന്ദ്രൻ്റെ പടം. അതിനുശേഷം ഈ വർഷം ചെയ്ത പടം രാജാസാബാണ്, പ്രഭാസ് സഞ്ജയത്ത്, ഒരു 450 CR ഒരു അടിപൊളി പടം. അപ്പോൾ അതാണ് ഇനി വരാനുള്ളത്. ഈ ലുക്ക് സിനിമയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലുക്ക് ഇപ്പോൾ 2 പടത്തിലായി ഈ ലുക്കിൽ വന്നിട്ട്, ഈ രാമബാണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ മാളികപ്പുറം സീരിയലിൽ നരസിംഹമായിട്ട് ഒരു ഗസ്റ്റ് റോള് വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വിളിച്ചു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും ഈ ഒരു ക്യാരക്ടർ ബേസ് ചെയ്ത് വിളിക്കുന്നുണ്ട്, പല ക്യാരക്ടേഴ്സായിട്ട്. മലയാളത്തിലേക്ക് ഒരു ബ്രേക്ക് ക്യാരക്ടർ വരാറുണ്ടോ? അതോ മലയാളത്തിലേക്ക് മേ ബി വരാം. മമ്മൂക്കൻ്റെ വില്ലനായിട്ടും ലാലേട്ടൻ്റെ വില്ലനായിട്ടും പൃഥ്വിരാജിൻ്റെ വില്ലനായിട്ടും വിളിച്ചാൽ വരും. വരും, തീർച്ചയായിട്ടും വരും. വില്ലനായിട്ടേ വരും. ജന്മനാ വില്ലനായതുകൊണ്ട് ഞാൻ വില്ലനെ ചെയ്യുള്ളൂ. അതാണ് താല്പര്യം. അല്ലാതെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ അവിടുത്തെ തിരക്കായതുകൊണ്ടാണ്. മലയാളത്തിൽ വേറെ പ്രൊജക്ട്സ് ഇതിലും വന്നിട്ടുണ്ടായിരുന്നു ഇതിനടുത്ത സമയത്ത്? പ്രൊജക്ട്സ് വരുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ അവിടെ വർക്ക് ചെയ്യാനാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഈ രാജസാബ് തന്നെ ഫസ്റ്റത്തെ എൻ്റെ പാൻ ഇന്ത്യൻ ഫിലിമാണ്. അപ്പോൾ നമുക്കിപ്പോൾ മലയാളം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് എല്ലാ ലാംഗ്വേജിലും വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വൈഡ് കവറേജ് കിട്ടുമല്ലോ. ഒരു പ്രണയനായകനായിട്ട് റോൺസൺ ചേട്ടനെ കാണാൻ പറ്റുമോ? ഏതാണ് പ്രണയനായകനായിട്ട് റോൺസൺ ചേട്ടനെ കാണാൻ പറ്റുമോ? ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, നായകനെ ഞാനാവില്ല. ഇല്ല, ഞാൻ വില്ലനെ ചെയ്യുള്ളൂ. ഇല്ല, ഇഷ്ടമേ ഇല്ല. നായകനായിട്ട് ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലുള്ള നെഗറ്റീവ് ക്യാരക്ടറാണ് ഇഷ്ടം. ഞാൻ ആ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാനാണ്. സീരിയൽസ് എന്തെങ്കിലും ഓഫർ വരാറുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് സീരിയൽസ് വരാറുണ്ട്. പക്ഷേ കുറച്ച് വീട് പണിയുടെ തിരക്കും, വീട് പണി ഈ വർഷം തീർക്കണം എന്നുള്ളതാണ് ഒരു എയിം. അതുകൊണ്ടാണ് വീട് പണി കഴിഞ്ഞ ഉടനെ എല്ലാവരും അറിയിക്കാം. നെഗറ്റീവ് ക്യാരക്ടർ സീരിയൽ ചെയ്യുമോ? സീരിയൽ ഇനി ചെയ്യുന്നത് കുറവായിരിക്കും. ഞാൻ കുറച്ച് വലിയ ബഡ്ജറ്റ് പടങ്ങളാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഇനി വേറെ പ്രൊജക്ട്സ് ഏതെങ്കിലും മാർച്ചിൽ പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അത് പാൻ ഇന്ത്യൻ പടം തന്നെ. അപ്പോൾ അതൊരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറട്ടെ റോൺസൺ ചേട്ടൻ. താങ്ക് യു. ഓക്കെ. പ്രഭാസിൻ്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പ്രഭാസിൻ്റെ കൂടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഭാസ് എന്ന് പറയുന്ന വ്യക്തി സിനിമയെ കാണുന്ന പോലെയല്ല, ഭയങ്കര ഭംഗിയാണ് കാണാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു 60% ഭംഗിയെ നമ്മൾ കാണും.